0.01% മാത്രം വിദഗ്ധ തൊഴിലാളികളുള്ളതും എന്നാൽ ഏതാണ്ട് 9 മില്യൺ തൊഴിലാളികൾ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഒരു തൊഴിൽ മേഖലയാണ് നമ്മുടെ ഇന്ത്യയിലെ ഫിഷറീസ് സെക്ടർ. ആ ഫിഷറീസ് സെക്ടറിൽ താഴെ തട്ട് മുതൽ മുകളിലേക്ക് ഗവേഷണ മേഖലകൾ വരെ നിരവധിയായ തൊഴിൽ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്, പഠന മേഖലകൾ നമ്മുടെ മുമ്പിലുണ്ട്. സ്വാഭാവികമായിട്ടും നീറ്റ് എക്സാമിനേഷൻ എഴുതിയിട്ട് ഫിഷറീസ് സയൻസിൽ BSc ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. അക്വാകൾച്ചർ അടക്കമുള്ള BSc പ്രോഗ്രാംസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ BSc അക്വാകൾച്ചറും അതുപോലെ തന്നെ നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത് ബാച്ചുലർ ഓഫ് ഫിഷറീസ് സയൻസും പഠിച്ച് പുറത്തിറങ്ങിയ കുട്ടികളുടെ മുമ്പിൽ MScയും അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് ഫിഷറീസ് സയൻസും പഠിക്കുന്നതിനും ഗവേഷണ മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്നതിനുമുള്ള അവസരങ്ങൾ ലഭ്യമാണ്. ഫിഷറീസ് സയൻസ് എന്ന് പറയുമ്പോൾ 2 മേഖലയായിട്ട് പ്രധാനമായിട്ട് നമുക്കിതിനെ കണ്ടെത്താൻ കഴിയും. ഒന്ന്, നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ജലാശയങ്ങളിൽ വളരുന്ന മത്സ്യങ്ങൾ, അതിനെ തന്നെ നമുക്ക് 2ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഉപ്പുവെള്ളത്തിൽ വളരുന്ന സമുദ്രത്തിൽ വളരുന്ന അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന മത്സ്യങ്ങൾ. രണ്ടാമത് വരുന്നത് ശുദ്ധജല തടാകങ്ങളിൽ ഉള്ള മത്സ്യങ്ങൾ, അതായത് നമ്മുടെ ഇൻലാൻഡ് ഫിഷറീസ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ വളർത്തു മത്സ്യങ്ങളാണ്. അതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ ഒരു ഹാച്ചറികൾ, അവയുടെ നിയന്ത്രണങ്ങൾ, അവിടെ ഈ മത്സ്യങ്ങളുടെ ബ്രീഡിംഗ് തുടങ്ങിയിട്ടുള്ള ഒരു ഗവേഷണ പഠന തൊഴിൽ മേഖല ഒരു വശത്ത്. സമുദ്രോൽപ്പന്നങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള സമുദ്രോൽപ്പന്നങ്ങൾ തന്നെ നമുക്ക് പല വിധത്തിലുണ്ട് അല്ലേ. സാധാരണഗതിയിലുള്ള മത്സ്യങ്ങൾ, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ഡിമാൻഡുള്ള മത്സ്യങ്ങളിലൊന്നാണ് ഷെൽഫിഷുകളിൽ പെട്ടിട്ടുള്ള ചെമ്മീൻ. അപ്പോൾ ഈ ചെമ്മീനുകളെ നമ്മൾ വളർത്തുന്നുണ്ട്. അപ്പോൾ ഈ വളർത്തു മത്സ്യങ്ങൾക്ക് മതിയായ തീറ്റികൾ, അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫീഡ്, അത് നിർമ്മിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ സെക്ടർ ഇപ്പുറത്ത് വേറെയുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വെറും ഒരു ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ഫിഷറീസ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഒരു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഫിഷറീസ് ഓഫീസർ എന്ന ഒരു തൊഴിൽ മേഖല മാത്രമല്ല. ഈ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ തൊഴിൽ എന്താണ്? ആ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്, അവരുടെ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട്, അവരുടെ തൊഴിൽ സാഹചര്യങ്ങളിലും അവരുടെ ഭൗതിക സാഹചര്യങ്ങളിലും മതിയായ വികസനമുണ്ടാക്കുക, അവരെ കൂടുതൽ മികച്ച തലങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക എന്നൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. കൂടുതൽ പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നൊരു തൊഴിൽ മേഖല. എന്നാൽ നേരെ മറിച്ച് ഇപ്പുറത്ത് ഗവേഷണ മേഖലകളുണ്ട്. അവിടെ പബ്ലിക്കുമായിട്ടല്ല കൂടുതൽ ഇൻട്രാക്ട് ചെയ്യപ്പെടുന്നത്, കടലിൽ പോയിട്ടാണ് പലപ്പോഴും സമുദ്ര മത്സ്യവിഭവത്തിൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുക. അപ്പോൾ കടലിൽ പോകാനുള്ള ഒരു ഫിസിക് ഉണ്ടായിരിക്കണം. സീ സിക്നെസ് ഒന്നും ഉണ്ടാകരുത്. കടൽ ചുരുക്ക് എന്ന് പറയുന്ന, കടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഛർദ്ദിക്കുകയോ അല്ലെങ്കിൽ തലകറക്കം ഉണ്ടാവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആ തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങൾ തുടക്കത്തിലെങ്കിലും ഉണ്ടായേക്കാം. അപ്പോൾ അതിനെ മറികടക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. ഭയം മറ്റൊരു ഘടകമാണ്. സ്വാഭാവികമായിട്ടും കടലുമായിട്ട് അടുത്ത് ബന്ധപ്പെടാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കടലിൽ പോകുമ്പോൾ തിരമാലകളും ഇളക്കവും ഒക്കെ വരുമ്പോൾ ഭയം ഉണ്ടായേക്കാം. അപ്പോൾ ഇതൊക്കെ മറ്റൊരു ഘടകം. കൂടാതെ മത്സ്യവും അതിൻ്റെ പ്രജനനവും അതിൻ്റെ വളർച്ചയും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ വളരെ ക്രൂഷ്യലായിട്ട് ക്ഷമയോടുകൂടെ വളരെ റിസ്കി ആയിട്ടുള്ളൊരു എലമെൻ്റ് അവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എപ്പോഴും. അതിനെ ഫേസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി, ഒപ്പം തന്നെ ഈ പ്രകൃതി അത് എങ്ങനെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അത് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ഫോർ എക്സാമ്പിൾ, അതുണ്ടെങ്കിൽ മാത്രമേ ഈ രംഗത്തേക്ക് നമുക്ക് കടന്നു വരാനും വിജയിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള കഴിവുകളും മികവുമുള്ള കുട്ടികൾക്ക് നീറ്റ് എക്സാമിനേഷൻ്റെ സ്കോർ പ്രകാരം നമുക്ക് കേരളത്തിൽ കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മികച്ച സമുദ്ര പഠന സാഹചര്യങ്ങളുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അവിടെയും മികച്ച പഠന സാധ്യതകൾ നമുക്ക് കേരളത്തിൽ തന്നെ അത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പഠന മേഖലയിലേക്ക് വരുന്ന ഒരാൾക്ക് ഇക്കോളജിസ്റ്റ് ആകാനായിട്ട് സാധിക്കും. ഫിഷറീസ് ഇക്കോളജിസ്റ്റ്, ഫിഷറീസ് മാനേജ്മെൻറ്റ് മേഖലകളുണ്ട്, ഫിഷറീസ് പ്രൊഡക്ഷൻ, അതിൻ്റെ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രിസർവേഷൻ, അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി അഷുറൻസ്, ഇങ്ങനെയുള്ള നിരവധി മേഖലകൾ, പുതിയ പുതിയ പ്രോഡക്റ്റുകൾ
ഫിഷറീസ് സെക്ടറിൽ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ നമുക്കറിയാം. ഇപ്പം പല വിദേശ രാജ്യങ്ങളിലും വളരെയധികം ഡിമാൻഡുള്ള ട്യൂണ പോലുള്ള മത്സ്യങ്ങൾ, ആ മത്സ്യങ്ങളെ കടലിൽ വെച്ച് തന്നെ പിടിച്ച് കപ്പലിൽ തന്നെ അത് മത്സ്യബന്ധനത്തിന് പോയിരിക്കുന്ന ആ ഒരു യാനത്തിൽ വെച്ച് തന്നെ അതിനെ പ്രോസസ്സ് ചെയ്ത് അതിനെ പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അതിനെ മാർക്കറ്റിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇവിടെയൊക്കെ ഇത്തരത്തിൽ ഫിഷറീസ് സയൻസ് പഠിച്ച, ഫിഷറീസ് ടെക്നോളജി പഠിച്ച ആൾക്കാരെ നമുക്ക് ആവശ്യമാണ്. ഫിഷറീസ് ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ചെറിയ കോഴ്സാണ്. ശരിക്കും പറഞ്ഞാൽ 2 വർഷം കൊണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്ട്രീമിൽ പഠിച്ച് പുറത്തിറങ്ങുന്ന +2 പാസ്സായ ഒരു കുട്ടിക്ക് ഫിഷറീസ് ടെക്നോളജിസ്റ്റായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇത്തരത്തിലൊരു പോസ്റ്റുണ്ട്. ആ പോസ്റ്റിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ വളരെ കണ്ണിങ് ആയിട്ട് ഈ ഒരു തൊഴിൽ മേഖല ആഗ്രഹിക്കുന്ന കുട്ടികൾ ആ കോഴ്സിന് പോയി ചേർന്നാൽ സുഖമായിട്ട് അവർക്ക് ജോലിക്ക് കയറാൻ പറ്റും. വളരെ കുറച്ച് സ്കൂളുകളിൽ മാത്രമേ ഈ കോഴ്സ് ഉള്ളൂ. വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഇവിടേക്ക് വന്ന് പഠിക്കുന്നുള്ളൂ. വളരെ വേഗത്തിൽ അവർക്ക് നല്ലതുപോലെ പരീക്ഷ പ്രിപ്പയർ ചെയ്താൽ ഒരു തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. അങ്ങനെ ടെക്നിക്കലി നോഹൗ വേണ്ട ചില മേഖലകൾ, അതേപോലെ തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള നോഹൗ വേണ്ട മറ്റ് ചില മേഖലകൾ. ഇപ്പോൾ ബ്രീഡിംഗ് മാനേജർ പോലുള്ള മേഖലകൾ, ബ്രീഡിംഗ് സൂപ്പർവൈസർ പോലുള്ള മേഖലകളൊക്കെ വരുമ്പോഴത്തേക്കും ടെക്നിക്കൽ നോഹവും വേണം, സയൻറ്റിഫിക് നോഹവും വേണം, അതുപോലെ തന്നെ ഇക്കോളജിക്കൽ നോഹവും വേണം. ഇത് 3ഉം കൂടെ ചേർന്നെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ കൃത്യമായിട്ട് ബ്രീഡിംഗ്, ഇപ്പോൾ നമുക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനവധിയായിട്ടുള്ള മത്സ്യങ്ങളുണ്ട്. ആ മത്സ്യങ്ങളെയൊക്കെ ഹാച്ചറികളിൽ ബ്രീഡ് ചെയ്ത് നമ്മൾ പ്രിസർവ് ചെയ്യുന്നുണ്ട്. ആറ്റുകൊഞ്ചൊക്കെ ഇത്തരത്തിൽ തിരിച്ചു വന്ന, വംശനാശ ഭീഷണിയിൽ നിന്ന് തിരിച്ചു വന്ന മത്സ്യങ്ങളാണ്. ഇവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത് അക്വാകൾച്ചർ അല്ലെങ്കിൽ ഫിഷറീസ് സയൻസ് പഠിച്ചിട്ടുള്ള മിടുക്കരായിട്ടുള്ള നമ്മുടെ സയൻറ്റിസ്റ്റുകളുടെ സേവനമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ജീവജാലങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞത്. കൂടാതെ നമുക്ക് വളരെ അധികം രോഗങ്ങൾ ഈ മേഖലയിൽ നമുക്ക് കാണാൻ കഴിയും. ഫിഷറീസ് മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അനവധിയായ രോഗങ്ങൾ, അത് ഫംഗസ് കൊണ്ടുണ്ടാകാം, ബാക്ടീരിയ കൊണ്ടുണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള രോഗസാധ്യതകളെ കണ്ടെത്താനും ആ രോഗങ്ങളെ തടയാനുമുള്ള റെസ്പോൺസിബിലിറ്റിയും ഇവർക്കുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ചൊക്കെ വ്യക്തമായൊരു ധാരണ. പിന്നെ ഫീഡ്, ഇതിന് മതിയായ ഫീഡ് കൊടുക്കുകയും കൃത്യമായി ഫീഡ് കൊടുക്കുകയും ആ ഫീഡ് ഡെവലപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന തൊഴിൽ മേഖലകൾ അപ്പുറത്ത് ഇൻഡസ്ട്രി സെക്ടറിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഹാച്ചറി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന തൊഴിൽ മേഖല ഒരു വശത്ത്, ഫിഷറീസ് സർക്കാർ മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ തൊഴിൽ മേഖലകൾക്ക് അപ്പുറത്തേക്കുള്ള സർക്കാർ സ്വകാര്യ മേഖലയിലുള്ള മറ്റ് അവസരങ്ങളാണ് ഇതൊക്കെ തന്നെ. ആ സർക്കാർ സ്വകാര്യ മേഖലയിലുള്ള ഈ അവസരങ്ങളെയൊക്കെ നമുക്ക് നല്ലതുപോലെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഇറങ്ങിത്തിരിക്കുന്ന കുട്ടികൾക്ക് ഇതിൽ MBA പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ ഈ ഫിഷറീസ് മാനേജ്മെൻറ്റ് മേഖലയിൽ MBA പ്രോഗ്രാംസ് പോലും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിൽ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വളരെ വിശാലമായ സാധ്യതകൾ, കാരണം ഭക്ഷണത്തിൻ്റെ മേഖലയിൽ സമുദ്ര മത്സ്യ വിഭവത്തിൻ്റെയും അതിനേക്കാൾ അപ്പുറത്ത് വിവിധങ്ങളായിട്ടുള്ള ഹാച്ചറികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി വിപണനം ചെയ്യുന്ന വിവിധ മത്സ്യപാടങ്ങളുടെയൊക്കെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള മത്സ്യസമ്പത്തിനെ കൃത്യമായിട്ട് പിടികൂടി അതിനെ മാർക്കറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അതിന് വളരെയധികം പ്രാധാന്യം ഇക്കോണമിയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് വിപുലമായ തൊഴിൽ സാധ്യതകൾ ഇവിടെ അനുബന്ധ തൊഴിൽ മേഖലകളിൽ കാണാൻ സാധിക്കും. ഈ ഫിഷിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു പരിധിവരെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഗ്രികൾച്ചർ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ് ഫിഷറീസ് സയൻസ്. അതിൻ്റെ തന്നെ അലൈഡ് സബ്ജക്റ്റായിട്ട് നമുക്ക് ഓർണമെൻ്റൽ ഫിഷ് ഫാമിങ്ങിനെയും കാണാൻ കഴിയും. അപ്പോൾ ഇതും ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഡേ ടു ഡേ ഇനി ഇത് ഭക്ഷണത്തിന് മാത്രമല്ല പലപ്പോഴും മത്സ്യസമ്പത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഭക്ഷണത്തിന് അപ്പുറത്തേക്ക് മറ്റ് ഇൻഡസ്ട്രിയലായിട്ടുള്ള ചില മേഖലകളുണ്ട്. ഇപ്പോൾ നമുക്ക് മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് ഈ ചില മത്സ്യങ്ങളുടെയൊക്കെ നെയ്യുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ചില മത്സ്യങ്ങളെ തന്നെ നമുക്ക് ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ മെഡിസിനൽ പർപ്പസിന് കടലിലുള്ള പലതരത്തിലുള്ള ജീവജാലങ്ങളെ നമുക്കിത്തരത്തിൽ കാലിത്തീറ്റയായിട്ടുമൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഫിഷറീസ് സെക്ടറുമായി ബന്ധപ്പെട്ട പഠന മേഖലയാണ്. അപ്പോൾ വിശാലമായി ഈ പഠന മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും താല്പര്യപൂർവ്വം പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ സ്വയം സജ്ജരായി ഒരു സ്വയം സംരംഭം ആരംഭിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും.
ബ്രീഡിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക്. അതുകൂടാതെ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ഇൻഡസ്ട്രീസിൽ ഇക്കോളജിക് മാനേജർ, അതുപോലെ തന്നെ ഹാച്ചറി മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ, അങ്ങനെ നിരവധിയായിട്ടുള്ള തൊഴിൽ മേഖലകളിൽ നമുക്ക് സ്വകാര്യ മേഖലകളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യാൻ അവസരമുണ്ട്. സർക്കാർ മേഖലയിൽ ഫിഷറീസ് ഓഫീസർ വലിയൊരു ക്രൂഷ്യലായിട്ടുള്ള റോളാണ് അവർ പ്ലേ ചെയ്യുക. അത് എല്ലാ വിധത്തിലുള്ള മത്സ്യസമ്പത്തിൻ്റെയും പ്രോപ്പറായിട്ടുള്ള ഉപയോഗവും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വിനിമയവും എല്ലാം അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ, സംരംഭകരുടെ ഒക്കെ വെൽഫെയർ അത് ഫോക്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരാണ്. ഇതൊക്കെ ഈ ഫിഷറീസ് സയൻസ് പഠിച്ച ആൾക്കാരുടെ സാധ്യതകളാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ മത്സ്യ സമ്പത്തിൻ്റെ പ്രജനന കാലത്ത് മത്സ്യങ്ങളെ പിടിക്കുന്നതൊക്കെ നിരോധിക്കുന്നത്, മോണിറ്റർ ചെയ്യുന്നതും അത് കണ്ടെത്തുന്നതും ഒക്കെ ഇക്കൂട്ടരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇക്കോ സിസ്റ്റത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ വളരെ പ്രാധാന്യം നൽകുന്ന ഒരു തൊഴിൽ മേഖലയാണ്, പഠന മേഖലയാണ് ഫിഷറീസ് സയൻസ് എന്ന് കാണാൻ കഴിയും. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ അനവധി പഠന സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ധാരാളം ഗവേഷണ സാധ്യതകളുണ്ട്, സ്കോളർഷിപ്പിനുള്ള സാധ്യതകളുണ്ട്. അതിനുവേണ്ടി മുൻകൂട്ടി തയ്യാറെടുത്ത് നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു മികച്ച തൊഴിൽ സാധ്യതയെ കൃത്യമായി കൈപ്പിടിയിലൊതുക്കാം.